الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്ത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കേണ്ട തൗഫീഖ് തന്ന് നമ്മെ എല്ലാവരെയും അവൻ തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമുക്കെല്ലാം സുപരിചിതമായ സൂറത്ത് ആലിംറാനിലെ ഒരു ചെറിയ വചനമാണ് ഞാൻ ഓർമ്മയിൽപ്പെടുത്തിയത്. മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാനും അന്വേഷിക്കാനും അവിടുത്തെ പഠിക്കാനും നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. ആ ഭാഗത്തിനെയാണ് നമ്മളെ റിസാലത്ത് എന്ന് പറയുക. അത് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹൽ വചനം കൊണ്ട് മാത്രം നമ്മുടെ വിശ്വാസം അതിന്റെ പൂർണ്ണതയിൽ എത്തുകയല്ല. മുഹമ്മദുൻ റസൂലുള്ളാഹ്, അത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി കൂടിച്ചേരുമ്പോഴാണ് നമ്മുടെ വിശ്വാസം അതിന്റെ കമാലിൽ, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത്. മഹാനായ ഇമാം സഹരി റഹിമഹുല്ല പറയുന്നുണ്ട്, ഇൽമുൽ മഗാസി ഇൽമുദ് ദുനിയ വൽ ആഖിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ആ ഇൽമ് നമ്മളെ രണ്ട് ലോകത്തും
പ്രധാനപ്പെട്ട ഒരു ഇൽമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ അറിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. മഹാനായ ഇബ്നു ഹസം റഹിമഹുല്ലാഹ് സൂചിപ്പിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മുഅ്ജിസത്തും ഇല്ലെന്ന് വിചാരിക്കൂ, എന്നാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിതം മാത്രം മതി ആ ജീവിതത്തിന്റെ അത്ഭുതത്തെ മനസ്സിലാക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് മുഅ്ജിസത്തുകളുണ്ട്. ഇനി അങ്ങനെ ഇല്ലാന്ന് വെക്കുക, എന്നാൽ തന്നെ ആ ജീവിതം മതിയെന്ന്. കഫാ ബി ഹയാത്തി. എന്താ അങ്ങനെ പറയാൻ കാരണം അറിയാം? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയുമോ? ഇങ്ങനെ 63 വയസ്സ് വരെ ജീവിച്ചിട്ട് ഒരാളെപ്പോലും വെറുപ്പിക്കുന്ന വാക്കോ പ്രവൃത്തിയോ ഇല്ലാതിരിക്കുക, തന്റെ കൈകൊണ്ട് വേറെ ഒരാളെ അടിക്കാതിരിക്കുക. നിരവധി ഖാദിമുകൾ, സേവകന്മാര് ഹബീബായ റസൂലിനുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് സന്തത സഹചാരികൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്നോട് റസൂല് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞല്ലോ എന്ന് പോലും പറയാൻ ഇടവരുത്താത്ത രീതിയിൽ ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നബിയുടെ ജീവിതം തന്നെ അത്ഭുതകരമായൊരു ജീവിതമാണ്. അതുകൊണ്ടാണ് സൈനുൽ ആബിദീൻ ഇബ്നുൽ ആലി എന്ന മഹാനായ പണ്ഡിതൻ പറയുന്നുണ്ട്, കുന്നാ നുഅല്ലിം അൽ മആസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസറായാഹു കമാ നുഅല്ലിം സൂറത്തൻ മിനൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു സൂറത്ത് പഠിക്കുന്നത് പോലെ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഞങ്ങൾ പഠിച്ചിരുന്നു, പഠിപ്പിച്ചു കൊടുത്തിരുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം അറിയാം? അള്ളാഹുവിന്റെ റസൂലിനെ ഖുർആൻ പഠിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ പരിഗണന വെച്ചുകൊണ്ട് പഠിപ്പിച്ചിരുന്നു. പ്രിയരെ, നീട്ടിപ്പറയല്ല. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അറിയാൻ ആ ഇൽമ് ഉണ്ടാവുക എന്ന് പറയുന്നത് സലഫു സാലിഹീങ്ങൾക്കിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് അവർ ആ ജീവിതത്തെ പരിഗണിച്ചിരുന്നത്. എന്തിനാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുന്നതും പഠിക്കുന്നതും? നമ്മൾ ഇന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ബോധപൂർവ്വം ഞാൻ ഇങ്ങനെ ഒരു 2 മിനിറ്റ് ആമുഖം പറഞ്ഞത്. എന്തിനാണ് നമ്മൾ റസൂലിനെ പഠിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം? നബിയെ അറിയൽ നിർബന്ധമാണ്, ആ നബിയെ പിന്തുടരാൻ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരാൻ ആ നബിയെ അറിയൽ നിർബന്ധമാണ്. എന്താണ്? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. ഇതാണ് ഇത്തിബാ എന്ന് പറഞ്ഞാൽ. ഇതാണ് ഇത്തിബാ, പിന്തുടരുക എന്ന് പറയുന്നത്. എന്താണ്? നബി എന്താണോ നിങ്ങളോട് വിരോധിച്ചത് അതങ്ങ് ഒഴിവാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ തന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക. അതിന് ബയാൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ഓതി വെച്ച ആയത്ത്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഖുൽ. നബിയെ നിങ്ങൾ ഇവരോട് പഠിപ്പിക്കണം, മാലോകരെ പഠിപ്പിക്കണം. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ, അങ്ങനെ താല്പര്യമില്ലേ എങ്കിൽ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, എന്നെ നിങ്ങൾ ഇത്തിബാ ചെയ്യുക, എങ്കിൽ അല്ലാഹുവിന്റെ ഇഷ്ടം നിങ്ങൾക്ക് കിട്ടും. എന്താണ് അങ്ങനെ പറയണമെന്നറിയാം? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്നെ പിന്തുടരലാണ്. പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ മറുപടി? ശരിക്കും ആലോചിച്ചു നോക്കിയേ. നിങ്ങളുടെ ജീവിതത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണ്? ഒറ്റ ലക്ഷ്യമുള്ളൂ. അതെന്താണ്? അള്ളാഹുവിന്റെ തൃപ്തിയും സ്നേഹവും കിട്ടുക. നമ്മളല്ലാത്ത, മുസ്ലിമീങ്ങളല്ലാത്ത വേറൊരാൾക്ക് ഒരു പക്ഷെ 100 കണക്കിന് ലക്ഷ്യങ്ങൾ ഉണ്ടാവും. നമുക്ക് വേറെ ലക്ഷ്യമല്ല, നമ്മുടെ ലക്ഷ്യം ഇതാണ്. ഇത് കൈവരിക്കുന്നതോടുകൂടെ 2 ലോകവും നമുക്ക് കിട്ടുകയും ചെയ്യും. അതിന് അള്ളാഹുവിന്റെ റസൂല് നമ്മളോട് പറയുന്ന വാക്കെന്താണ്?
ഖുർആൻ ഓതി പറഞ്ഞുകൊണ്ട് പറയാണ്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അള്ളാന്റെ തൃപ്തിയാണ് നിങ്ങൾ കൊതിക്കുന്നതെങ്കിൽ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അള്ളാന്റെ ഇഷ്ടവും കിട്ടും, ജീവിതത്തിൽ വരുന്ന വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരികയും ചെയ്യും. അതുകൊണ്ട് ആ ജീവിതം വളരെ പ്രധാനമാണ്. ആരാണ് റസൂൽ എന്ന് പറയുന്നിടത്ത് സൂറത്ത് അഹ്സാബിലെ 40-ാമത്തെ ആയത്തിൽ ഇങ്ങനെ കാണാം, മകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാളുടെയും വാപ്പയല്ല, പിതാവല്ല റസൂല്. വലാകിൻ റസൂലല്ലാഹ്, റസൂൽ ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ ദൂതനാണ്. വഖാതമൻ നബിയീൻ, അമ്പിയാക്കന്മാരിലെ അവസാനിയായ പ്രധാനിയാണ്. വകാനല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ, അല്ലാഹ് എല്ലാതിനെ കുറിച്ച് അറിയും. പ്രിയരെ, ഞാൻ പറഞ്ഞത് ആ ജീവിതം വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ പഠിക്കേണ്ടത് ഇത് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങണം. ലോകത്ത് ഒരു വ്യക്തിയുമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മൾ പറയും 100 ആളുകൾ എങ്ങനെ എണ്ണിയിട്ട് ഇക്കൂട്ടത്തിലെ മഹാനാണ് അവര് എന്നുള്ള, അങ്ങനെയല്ല. കാരണം വിശാലത്തുള്ള ജീവിതമാണ് ഹബീബായ റസൂലിന്റേത്. മറ്റേ എല്ലാ മനുഷ്യരും സാധാ വ്യക്തികളാണ്. അത് ഞാൻ പേരെണ്ണണ്ടല്ലോ. ഇപ്പൊ നാട്ടില് പറയപ്പെടുന്ന ഒരുപാട് പേരുകളുള്ള ആളുകളുണ്ട്. നിങ്ങളുടെ ഈ കൂട്ടത്തിലൊക്കെ ഒന്നാമൻ അല്ലട്ടോ, ആ കൂട്ടത്തിലല്ല, എല്ലാ കൂട്ടത്തിലും അഷ്റഫുൽ മഖ്ലൂഖീനാണ് ഹബീബായ റസൂൽ. അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. സൃഷ്ടികളിൽ ശ്രേഷ്ഠനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, അവരെ ആരെയും പിന്തുടരാൻ നാം നിർബന്ധിതരല്ല. നിർബന്ധിതരായ രൂപത്തിൽ ലോകത്ത് മറ്റുള്ളവരുടെ ജീവിതമൊട്ട് ക്രോഡീകരിക്കപ്പെട്ടിട്ടുമില്ല. ആലോചിച്ചോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാള് രാവിലെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രാവിലെ ഒരാൾ എങ്ങനെയാ എണീറ്റത്, അദ്ദേഹം എങ്ങനെയാ പുറത്തു പോയത്, തന്റെ പ്രകൃതി ആവശ്യങ്ങൾ എങ്ങനെയെല്ലാമാണ് നിർവഹിച്ചത്, അദ്ദേഹം ആരാധനാ കർമ്മങ്ങൾ എങ്ങനെയാണ് നിർവഹിച്ചത്, തന്റെ ശാരീരികപരമായി ഒഴിവാക്കേണ്ടുന്ന ഓരോ വസ്തുക്കളും എങ്ങനെയാണ് ഒഴിവാക്കിയിട്ടുള്ളത് എന്ന് തുടങ്ങി ജീവിതത്തിന്റെ അതിസൂക്ഷ്മ തലം മുതൽ ജീവിത വ്യവഹാരങ്ങളുടെ എല്ലാ മേഖലകളും ഇത്ര സൂക്ഷ്മമായി ക്രോഡീകരിക്കപ്പെട്ട ഒരു ജീവിതം ഹബീബായ റസൂലിന്റേതല്ലാതെ ലോകത്ത് മറ്റൊരാളുടേതുമില്ല. നമ്മള് നബി ചരിത്രം ഇങ്ങനെ പഠിക്കുമ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചുകൊണ്ട് എന്തെല്ലാം ശാസ്ത്രശാഖകൾ ലോകത്ത് വന്നിട്ടുണ്ടെന്നറിയോ? ഒരു മഹാത്ഭുതമാണ് ആ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഖുർആനിനെ ഇന്നാ ലഹു ലഹാഫിളു എന്ന് പറയുന്നുണ്ട്. ഖുർആൻ അല്ലാഹു സംരക്ഷിക്കും. ഖുർആനിനെ അല്ലാഹു സംരക്ഷിക്കുന്നു പറഞ്ഞാൽ ഖുർആനിന്റെ ബയാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയും അല്ലാഹു സംരക്ഷിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിനെ മൈനസ് ചെയ്തുകൊണ്ട് എന്തില്ല, ഖുർആനില്ലല്ലോ. അതുകൊണ്ട് ആ ഖുർആനും സുന്നത്തും എന്ന് പറയുന്നത് അത് വളരെ വ്യക്തമായി ലോകത്ത് നിലനിൽക്കും. ഭയങ്കര അത്ഭുതമാണ് ആ ജീവിതത്തെക്കുറിച്ച് ഓരോ വിഷയങ്ങളും ക്രോഡീകരിക്കപ്പെട്ടത്. നമ്മളിങ്ങനെ പഠിക്കുമ്പോ എന്തെന്നില്ലാത്തൊരാത്മനിർവൃതി പ്രിയരെ നമുക്ക് കിട്ടും. ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇവിടെ വെച്ചുകൊണ്ട് ഒരു വലിയ വർത്തമാനം പറയാം നമുക്ക് തോന്നണ്ട, പഠന വിഷയമാക്കി നമ്മളത് പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ മനസ്സിലാവും. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ ഭാഗമായി റസൂലിനെ നമ്മൾ അറിയിക്കുന്നതും അന്വേഷിക്കുന്നതും എന്തിനാണ്? ഇത്തിബാഇ ചെയ്യാനാണ്. അവക്ക് അങ്ങനെ എഴുതി വെക്കണം. രണ്ടാമത്തത്, അപ്പൊ നബിനെ പിന്തുടരണമെങ്കിൽ നബിനെ അറിയണം. രണ്ടാമത്തെ ന്യായം, ഖുർആനും സുന്നത്തും അറിയാൻ അള്ളാഹുവിന്റെ റസൂലിനെ അറിയണം. നമ്മുടെ ഏറ്റവും വലിയ പ്രമാണമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിനെ എങ്ങനെ മനസ്സിലാക്കണം? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയണം. നബി അവസാനമായി നമുക്ക് തന്ന വസിയത്ത് എന്താ? തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത നബി. ഞാൻ തങ്ങൾക്ക് 2 കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു. ഞാൻ ഇതിന്റെ സന്ദർഭം പറയാൻ നേരമല്ല, നിങ്ങൾ ചേർത്ത് ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് നോക്കണം. 2 വിട്ടേച്ചു പോകുന്നുണ്ട്. ഇത് നിങ്ങൾ
മുറുകെ പിടിച്ചാൽ ഒരു കാലത്തും വഴിപിഴക്കൂല, ദലാലത്തിലെത്തൂല. അത് അള്ളാന്റെ കിതാബും അവിടുത്തെ റസൂലിന്റെ സുന്നത്തുമാണ് എന്നുള്ളതാണ്. വേഗത്തിൽ പറയട്ടെ, മൂന്നാമത്തെ ന്യായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ എന്തിനറിയണം? നമ്മുടെ ഈമാൻ പൂർത്തിയാവാൻ. ഈമാൻ പൂർത്തിയാകാൻ റസൂലിനെ അറിയണം. നമുക്കൊക്കെ അറിയാവുന്ന ഒരു സംഭവം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ കേട്ടതാണ്. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടക്കുന്ന സമയത്ത് വളരെ സത്യസന്ധമായി ഉമർ റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞു. നബിയെ, എനിക്ക് നിന്റെ തടി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ലോകത്തെ ഏറ്റവും ഇഷ്ടങ്ങളെയാണ്. സത്യസന്ധല്ലേ ആ പറഞ്ഞത്? നമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെ? നമ്മളെയാണോ വേറൊരു ആളെയാണോ? ഒരു മനുഷ്യന്റെ മാനുഷികമായ ഒരു ആഗ്രഹ പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു ഈ വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പിടിച്ചൊരു തള്ളങ്ങട് തള്ളിയെന്നാണ്, ഒരു തല്ലിങ്ങനെ കൊടുക്കുന്നു റിപ്പോർട്ടിൽ കാണാം. ഉമർ ആകണ്ട അന്തം വിട്ടിട്ട് പറഞ്ഞു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ. എന്ന് വെച്ചാല് ഇങ്ങനെ പിടിച്ചിങ്ങനെ തള്ളുക എന്ന് പറയണത് ഇങ്ങനെ ചെയ്തപ്പോ എന്തോ ഒരു മിസ്റ്റേക്ക് എന്റെ അടുത്ത് വന്നിട്ടുണ്ട്, നബി എന്താണെന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ആ പറഞ്ഞതിൽ ഒരു പെശകുണ്ട്. അപ്പൊ ഉടനെ തിരുത്തി ഉമർ റളിയല്ലാഹു അൻഹു, എന്താണ്? എന്നേക്കാളും അപ്പുറം നിങ്ങൾ അല്ലാൻ യാ ഉമർ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞെന്നറിയോ? ലാ യുഅ്മിനു അഹദുക്കും, വാക്ക് നല്ല പോലെ ശ്രദ്ധിക്കണം, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവൂല. നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ലോകത്തെ സകലരെക്കാളും എന്തിനേക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവൻ ഞാനായിത്തീരുന്നത് വരെ നാൻ. അപ്പൊ ഈമാൻ പൂർത്തിയാവാൻ റസൂലിനെ അറിയണം. അടുത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ റസൂലിനെ അറിയണം. ഒന്ന് അനങ്ങിയിരിക്കണം. എന്തിനറിയാം? നബിനെ സ്നേഹിക്കാൻ നബിനെ അറിയണം. നബിനെ സ്നേഹിക്കണം, അത് വളരെ പ്രധാനമാണ്. പക്ഷെ അറിയാതെ എങ്ങനെയാ സ്നേഹം ഉണ്ടാകാം? ഞാൻ ചോദിക്കട്ടെ, ഈ സാധാരണ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ഒരു വലിയൊരു തത്വം എന്താ? അറിഞ്ഞാൽ സ്നേഹം ഉണ്ടാവും, അറിഞ്ഞില്ലെങ്കിൽ അഭിനയം ഉണ്ടാവും. ഇതൊരു മനുഷ്യന്റെ സ്വഭാവം. അങ്ങനെ തന്നെയല്ലേ? നമുക്കറിയും തോറും അടുപ്പം കൂടും, സ്നേഹം കൂടും. സ്നേഹം ഒരു കാഴ്ചക്ക് വരുന്നതല്ല, നമ്മൾ സംസാരിച്ച് അറിഞ്ഞു വരുന്നതാണ്. അറിഞ്ഞില്ലെങ്കിലോ അഭിനയം വരും, കാട്ടിക്കൂട്ടലുകൾ വരും. നിങ്ങൾ സത്യത്തിൽ നോക്കിയേ, മുഹമ്മദുൻ ദിക്റുഹു റൂഹുൻ ലിഅൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഓർക്കുക, അവിടത്തെ കുറിച്ച് അറിയുക, പറയുക എന്നത് റൂഹുൻ ലിഅൻഫുസിനാ, നമ്മുടെ നഫ്സിന് ഭയങ്കര സന്തോഷ. കാരണം എന്താ? അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ ഒരു കുറെ പദ്യം കേട്ടോ, ഒക്കെ പാടെ ചെല്ലാൻ നമുക്ക് സമയമല്ല. ഭയങ്കര ഹൃദയസ്പൃക്കായ വാക്കുകളാ. എല്ലാ നന്മകളുടെ സമാഹാരമാണ്, സമുച്ചയമാണ് ഹബീബായ റസൂല്. ജീവിതത്തിലെ അതിസൂക്ഷ്മമായ നന്മകൾ പിന്തുടരാൻ നിങ്ങൾ ആരുടെ ജീവിതത്തെയാണോ റഫറൻസ് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്, അതിന് ഒറ്റ ഉത്തരം അതാണ് റസൂല്. അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ എങ്ങനെയാണ് റസൂലിനെ സ്നേഹിക്കേണ്ടത്, മഹബത്ത് വെക്കേണ്ടത്, ഇഷ്ടപ്പെടേണ്ടത്? കൈഫ കാന ഹുബ്ബുക്കും ലിറസൂലില്ലാഹ്. അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി, കാൻ വല്ലാഹി ഉഹിബ്ബു ഇലൈനാ മിൻ അംവാലിനാ വഔലാദിനാ വആബായിനാ വഉമ്മഹാത്തിനാ വമിനൽ ബാഇൽ ബാരിദ് അലല്ലാഹ്. നമുക്ക് റസൂൽ എങ്ങനെ ഇഷ്ടപ്പെട്ടവനാണെന്നറിയോ? നമ്മുടെ മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, നമ്മുടെ സ്വത്തിനേക്കാൾ. അതാണ് ആദ്യം എണ്ണിയത്, പറയാൻ വിട്ടുപോയതാ. മിന്നംവാലിന, നമ്മുടെ പൈസനേക്കാൾ. നമ്മുടെ പൈസ എന്നാണ് നമുക്ക് പണം തന്നെ സമാധാനമൊക്കെ തരുന്നത്, അല്ലെന്ന് പറഞ്ഞൂടാ. നമ്മുടെ ബാലൻസ് ആണ് നമുക്ക് ആശ്വാസം തരും, അതിനേക്കാൾ. എന്നിട്ട് അവസാനം പറഞ്ഞെന്തറിയോ? വമിനൽ മായിൽ ബാരിദി അലൽ ലമ. ദാഹിച്ചു വലയുന്ന ഒരു മനുഷ്യനെ
തണുത്ത വെള്ളം കിട്ടുന്നതിനേക്കാളും പ്രിയം ഹബീബായ റസൂലാവണം. പ്രിയപ്പെട്ടവരെ, നീട്ടി പറയാൻ നേരമില്ല. നബിനെ സ്നേഹിക്കൽ ഈമാനിന്റെ പൂർണ്ണതക്ക് ആവശ്യമാണ്. അത് ഏതെങ്കിലും ഒരു ദിവസവുമായി, ഏതെങ്കിലും ഒരു സമയവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നതല്ല. എന്താണ് മനസ്സിലാക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിൽ ആണ് എന്ന് സ്ഥിരപ്പെട്ട ഒരു റിപ്പോർട്ടും ഇല്ല. അങ്ങനെയാണ് 4, 5, 7 റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിനെ സംബന്ധിച്ച്. റമളാനിലാണെന്നുണ്ട്, സഫറിലാണെന്നുണ്ട്, മുഹറത്തിലാണ്, 7 റിപ്പോർട്ടുണ്ട്. പക്ഷെ മരണപ്പെട്ടത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണെന്ന് പക്കയാണ്. ജനിച്ചതെന്നാന്നില്ല. പിന്നെ റിപ്പോർട്ടുള്ളതാണ് ജനിച്ചതും മരിച്ചതും ഇന്ന ദിവസമാണ്. പക്ഷെ ആ ജനിച്ചതിൽ തന്നെ സംശയമാണ്. ഞാനത് പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡിലും ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മുടെ കൂടെ ഉണ്ടാവണം. നമ്മളെക്കാളൊക്കെ നബിനെ സ്നേഹിച്ച ആളുകളുണ്ട്, ഇല്ലേ? മുസ്ലിം അല്ലാത്ത, ഇസ്ലാമിക ചരിത്രത്തിലെ നിറഞ്ഞു നിൽക്കുന്ന മുസ്ലിമീങ്ങളല്ലാത്ത ചില വ്യക്തികളുണ്ട്. സമയമല്ല, സൂചന വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7-8 വയസ്സായപ്പോ വല്ലിപ്പയുടെ മരണശേഷം നബി ഏൽപ്പിക്കപ്പെട്ടത് അബ്ദുമനാഫ് എന്ന് പേരുള്ള അബൂ ത്വാലിബ് നബിന്റെ ഇളയപ്പാന്റെ കയ്യിലാണ്. അയാള് സമ്പന്നനല്ല, അതിദരിദ്രനായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റത്തെ സ്നേഹത്തോടെയാണ് അദ്ദേഹം വളർത്തുന്നത്. ആയുസിന്റെ വലിയൊരു കാലം നബിയോട് അങ്ങേ അറ്റത്ത് അടങ്ങാത്ത ഇഷ്ടം പുലർത്തിയ വ്യക്തിയാണ് അദ്ദേഹം. നീട്ടി പറയുന്നില്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 50 വയസ്സാകുമ്പോ 87ാമത്തെ വയസ്സിൽ ഇദ്ദേഹം മരണപ്പെടുകയാണ്. 42 കൊല്ലത്തെ അതിശക്തമായ സ്നേഹമാണ്, ഇഷ്ടമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിന്. കാരണം നബിനെ പല സന്ദർഭങ്ങളിലും ശത്രുക്കൾ കൊല്ലാൻ വന്നപ്പോൾ വരെ അബൂ ത്വാലിബിനെ കണ്ടാണ് അവർ മാറിപ്പോയത്. നിങ്ങളുടെ കുട്ടി തെറ്റായ വഴിയിലാണ്, തിരിച്ചുവിടണം എന്ന് പറയുമ്പോ ഞാൻ നോക്കിയോളാം, നിങ്ങൾ പോയിക്കോളേന്നാണ്. ആ വ്യക്തി മരിക്കുന്ന സന്ദർഭത്തില് മരണാസന്നനായപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തിയെന്നു ചെന്നിട്ട് പറഞ്ഞു, നിങ്ങള് അറിയുന്ന സംഭവ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അബൂ ത്വാലിബ് മരണപ്പെട്ട കൊല്ലത്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖത്തിന്റെ വർഷം നിന്ന് ആമുൽ ഹുസൻ എന്ന് പേര് കൊടുത്തത്. ഉപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയോ? അള്ളാന്റെ മുമ്പിൽ വെച്ച് അങ്ങയെ എങ്ങനെയും സംരക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് നോക്കാന്നാണ്. അള്ളാഹ് ശാസിച്ചു വിട്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ എന്ന് അള്ളാഹ് ആയത്തിറക്കി കൊടുത്തു. ഞാൻ പറഞ്ഞത് എന്തിനറിയോ? നബിയെ ഇത്രത്തോളം സ്നേഹിച്ച വേറെ ഒരാളുണ്ടാവില്ല. പക്ഷെ അവര് സ്വർഗത്തിലാണെന്ന് ഹബീബായ റസൂൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് കിട്ടാതെ പോയ 2 കാര്യങ്ങളുണ്ട്. അത് നമ്മൾ നേരെ പഠിക്കണം. 1 തൗഹീദും, 2 ഇത്തിബാഉമാണ്. നബിനോട് ഒരു ഇഷ്ടത്തിനും കുറവില്ലല്ലോ. നബിനെ അബൂ ത്വാലിബ് സ്നേഹിച്ചതുപോലെ വേറെ ഒരു മനുഷ്യൻ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അവസാനം ഗതികെട്ടിട്ട് അബൂ ത്വാലിബ് നബിനോട് പറയുന്നുണ്ട്, ശത്രുക്കൾ വന്ന് പറഞ്ഞിട്ടേ, മോനെ ഇവരിങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉപ്പ എന്റെ കയ്യില് ഒരു കയ്യിൽ സൂര്യനും മറുകയ്യിൽ ചന്ദ്രനും കൊണ്ടുവന്നു തരികയാണെങ്കിൽ പോലും എനിക്കത് മാറ്റാൻ കഴിയൂല കേട്ടോ എന്ന് പറഞ്ഞു. ഉപ്പാൻ്റെ നന്നായിട്ട് ചെയ്തോ, അപ്പൊ അവിടെ ഇരുന്നോളാ, നന്നായി പ്രവർത്തിച്ചെന്ന ആ തണലിലാണ് ദഅവത്ത് നടത്തിയത്. സ്നേഹം അദമ്യമാണ്, അപാരമാണ്. പക്ഷേ 2 കിട്ടാതെ പോയി രക്ഷ കിട്ടൂല. അതാണ് ഞാൻ പറഞ്ഞത്. 1 ഇത്തിബാഉം, വളരെ പ്രധാനപ്പെട്ടത് തൗഹീദുമാണ്. അതെവിടെ ഉള്ളതല്ല, അത് സ്നേഹത്തിൽ മാത്രമല്ല. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അള്ളാഹുവിനെ ഇഷ്ടം കിട്ടണോ, നബിനെ ഇത്തിബാഅണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അറിഞ്ഞ് നമ്മൾ പിന്തുടരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം വർദ്ധിക്കാൻ നബിനെ അറിയണ്ടേ? നമുക്കിന്ന് നബിനെ അറിയോ? അത് അഭിനയമാണോ? ശരിക്കും ഇങ്ങനെ തോന്നിപ്പോകലുണ്ട്.
നമ്മളിന്ന് കുറെ കാട്ടിക്കൂട്ടലാണ്. ആ ചില സമയങ്ങളിലൊക്കെ ഇങ്ങോട്ട് വരുമ്പോ എന്തൊക്കെയോ അഭിനയിക്കുക. അല്ല സഹോദരങ്ങളെ, നമുക്ക് അള്ളാനോടും റസൂലിനോടുള്ള സ്നേഹം ഞാൻ ആത്മാർത്ഥമായിട്ടാ ചോദിക്കുന്നത്, പ്രസംഗത്തിന് വേണ്ടി ചോദിക്കല്ല. നിങ്ങൾ സ്വന്തമായിട്ട് ഇരുന്നിട്ട് മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്കി, കാപട്യം നിറഞ്ഞതാണോ നമ്മുടെ സ്നേഹം? റസൂല് ഇപ്പം ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ വീട്ടിലേക്ക് റസൂൽ ഇറങ്ങി ഒരു ദിവസം വരികയല്ല, അങ്ങനെ വന്നാൽ നമ്മളെ റസൂൽ ഇഷ്ടപ്പെടുക? കൂട്ടരെ, എണ്ണം കൊടുക്കാനല്ല, എണ്ണം കൊടുക്കുവാനുള്ള മുസ്ലിങ്ങളല്ല നമ്മളാവേണ്ടത്, എണ്ണപ്പെട്ട മുസ്ലിങ്ങളാകണം. കാനേശുമാരി മുസ്ലിങ്ങളല്ല, എണ്ണപ്പെട്ട കനപ്പെട്ട മുസ്ലിങ്ങളാകണം. തോന്നിയ പോലെ ജീവിച്ച്, തോന്നുന്ന പോലെ ജീവിച്ചിട്ട് നമ്മൾ മുസ്ലിങ്ങളാവോ? എന്ത് പറയണത്? എല്ലാ മാസവും വിമർശനമല്ല അത്, പക്ഷെ നമ്മളെ ആരാധന നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയണ്ട. എല്ലാ മാസവും അമ്പലങ്ങളിൽ പോകുന്ന മുസ്ലിമീങ്ങളില്ലേ? ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. അമ്പലത്തെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, അത് വേറെ ദീനല്ലേ? നമ്മുടെ ദീനിനെ നമുക്കൊരു ഇഷ്ടം വേണ്ടേ? ആ ഇഷ്ടം കിട്ടാത്തത് കൊണ്ടല്ലേ അബൂ താലിബ് പോയത്, വേറെ വഴിയിലൂടെ പോയത്. നമുക്ക് നമ്മുടെ ദീന് നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? സഹാബത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ, അത് പറയാൻ ഈ സമയം പോരാ. ഹുബൈബ് റളിയല്ലാഹു അൻഹു ഈന്തപ്പന കുരിശിൽ ഇങ്ങനെ കയറ്റി നിർത്തിയിട്ട് ഒരു ഇഞ്ച് സ്ഥലം പോലും ആ ശരീരത്തിൽ മുറിവേൽക്കാത്തതായിട്ടില്ല. അദ്ദേഹത്തെ കൊല്ലാൻ, അമ്പയ്യാൻ നിറഞ്ഞ കൂട്ടം ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്, ഒരുങ്ങി നിൽക്കുന്നുണ്ട് വില്ലാളികള്. ആ മരണം ആഘോഷിക്കാൻ ഖുറൈശി പടയെന്നെ ഉണ്ട്, ശത്രു കൂട്ടമുണ്ട്. അവര് ചിരിച്ചുകൊണ്ടിരിക്കെ ഒരു ഖുറൈശി നേതാവ് ഇദ്ദേഹത്തെ സമീപിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുക, അത്വഹിബ്ബു അന്ന മുഹമ്മദൻ ഫീ മക്കാനിക് വഅൻത ജാലിസുൻ ഫീ ബൈതിക്. ഹുബൈബേ, സ്വതന്ത്രനായി നിന്റെ വീട്ടിലേക്ക് എത്തിച്ച് ഈ സ്ഥാനത്ത് മുഹമ്മദിനെ കൊണ്ടുവന്നു വെക്കുന്നതിന് നീ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരൊറ്റ വാക്യമുണ്ട് സഹോദരങ്ങളെ, ശബ്ദം പോലും പുറത്തു വരുന്നില്ല. ലാ വല്ലാഹി മാ ഉഹിബ്ബു അൻ യുശാക്ക മുഹമ്മദുൻ ശൗക. ഒരു മുള്ളുപോലും എന്റെ ഹബീബിന്റെ കാലിൽ കുത്തുന്നത് എനിക്ക് സഹിക്കാൻ വയ്ക്കില്ല, എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇപ്പൊ സെക്കൻഡിൽ മരിക്കും, അന്നേരം പോലും. ഞാനും നിങ്ങൾ എവിടെയാ? ശരിക്കും നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ തീരൂല. ഇതിന് ഫുൾ സ്റ്റോപ്പ് ഒന്നുമില്ല. മിസ്സബിന്റെ ശരീരത്തില് 70 ചില്ലാനം അമ്പുകളാണ്. 2 കൈയും ഉഹദ് യുദ്ധത്തിൽ വെട്ടേറ്റ് പോയി. പതാക പിടിക്കുന്നത് മിസ്സബ കക്ഷത്തേക്ക് ഇങ്ങനെ ചേർത്തി വെച്ച് മുഖം മണ്ണിലമർത്തി വെച്ചാണ് അദ്ദേഹം ഷഹീദായതെന്ന് കൂട്ടുകാര് പറയുന്നുണ്ട്. ആ കിടത്തെന്തിനറിയോ? എന്നെ ഏൽപ്പിച്ച ഈ പതാക സംരക്ഷിക്കാൻ എനിക്ക് കഴിയാതെ അള്ളാഹുവിലേക്ക് ഞാൻ പോവുക, മുത്തുനബിയുടെ മുഖം എനിക്ക് കാണാൻ എനിക്ക് കഴിയില്ലല്ലോ, സങ്കടം കൊണ്ടാ. പ്രിയരെ, നമ്മൾ കാട്ടിക്കൂട്ടലിലാണോ അതോ ആത്മാർത്ഥമായ സ്നേഹമാണോ? മുസ്ലിം ഉമ്മ ഇത് കാര്യമായി ആലോചിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് സഹോദരങ്ങളെ. ഹിജ്റക്ക് അനുമതി കിട്ടിയപ്പോ സിദ്ദീഖുൽ അക്ബർ അത് കരഞ്ഞുപോയി. സന്തോഷം കൊണ്ട് കരയുന്ന ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായി കാണുകയാണ് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കി, ഇന്നും നബിന്റെ പേര് പറഞ്ഞ് കച്ചവടത്തിലാണ് ആളുകൾക്ക് താല്പര്യമുള്ളത്. എവിടെ? മുടിവിറ്റും പൊടിവിറ്റും തുണിവിറ്റും എല്ലാതിനെയും വ്യവസായവൽക്കരിക്കപ്പെടുന്ന അതിദുഷ്കരമായ ഒരു കാലഘട്ടം. നബി എവിടെയെന്ന് ചോദിച്ചാൽ വർത്തമാനങ്ങളിലുണ്ട്, സ്റ്റേജുകളിലുണ്ട്, പേജുകളിലുണ്ട്. ജീവിതത്തിലില്ലേ? നമ്മൾ ആശങ്കപ്പെടണം. ശിക്ഷ വരുന്നതിനെ പേടിക്കണം സഹോദരങ്ങളെ. ഒരു വാക്കുകൂടി നിങ്ങൾ അതിലേക്ക് പഠിക്കണേ. അള്ളാന്റെ റസൂലിനെ നമ്മൾ അറിയണം. എന്തിന്? നബിനെ പ്രതിരോധിക്കാൻ. സമയല്ല, എന്നാലും നിങ്ങൾ പഠിക്കണേ. നബിനെ പ്രതിരോധിക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാണ് ഇന്നത്തെ ഇസ്ലാമോഫോബിയയുടെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് റസൂല. യൂറോപ്യൻ നാടുകളിലേക്ക് നോക്കിയാല് അള്ളാനെ അവരെവിടെയും കുറ്റം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ.
ഇല്ല. കാരണം ദൈവവിശ്വാസം, അള്ളാഹുവിന്റെ വിശ്വാസം, അതിന്റെ രീതിയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അവർക്കുണ്ട്, വിശ്വാസമുണ്ട്. അവർ ചെയ്യുന്നെന്തറിയാം? അവരുടെ സാഹിത്യങ്ങളിൽ, അവരുടെ ഫിലിമുകളിൽ, നോവലുകളിൽ, കാർട്ടൂണുകളിൽ എല്ലാം പ്രധാന പോയിന്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വക്രീകരിക്കുക, ആ ജീവിതം മോശമാക്കുക, അവിടുത്തെ പത്നിമാരുടെ ജീവിതത്തെ മോശമാക്കുക. അങ്ങനെ മോശമാക്കുന്നവർക്ക് നോബൽ പ്രൈസ് വരെ നൽകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ റസൂലിനെ നമ്മൾ പ്രചരിപ്പിക്കണം. എങ്ങനെ പ്രചരിപ്പിക്കണം? അറിയണ്ടേ? അറിഞ്ഞുകൊണ്ടല്ലേ പറയാൻ കഴിയുള്ളൂ. ഇന്നൊക്കെ നമ്മുടെ മദ്രസയിൽ നിന്ന് A+ കിട്ടിയിട്ട് 7ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒക്കെ പഠിച്ച് ഇറങ്ങണ മക്കൾക്ക് നബിനെ എത്രത്തോളം അറിയും എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തറിയാം? നമ്മളോട് വന്നിട്ടൊരു യുക്തിവാദി, അതേപോലെ തന്നെ ഒരു മുറി നാസ്തികൻ, ലിബറലിസ്റ്റുകൾ എല്ലാ കോണിലും നബിയെ ശ്രദ്ധാകേന്ദ്രമാക്കുമ്പോ അവിടെ 2 വാക്ക് പറയാൻ മുസ്ലിം പേരുള്ള നമ്മൾ എത്ര കഴിയും? അള്ളാന്റെ റസൂൽ നമ്മൾ സ്നേഹിക്കണ്ടേ? ഈ ദീന് പൂർത്തീകരിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വാങ്ങിയത്. ദീന് പൂർത്തീകരിച്ച നബി ചോദിക്കുന്നുണ്ട്, ഹലാ അൽ ബല്ലഅതു, ഞാനിത് നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നില്ലേന്നാണ്. ബലായ റസൂലല്ലാഹ്, നമ്മളിതിൽ കൂട്ടേണ്ട ആവശ്യമില്ല. ഇത് കൂട്ടിയാൽ എന്തറിയോ? നബി തന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. പക്ഷെ ആ പൂർത്തീകരിച്ചു തന്നത് നമ്മുടെ കയ്യിൽ വേണ്ട ഒറ്റ വാക്ക് നന്നായി ശ്രദ്ധിക്കണം. ഈ റസൂല്, നബിനെ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റസൂല്, തന്നെ പീഡിപ്പിച്ചവർക്ക് മാപ്പ് കൊടുത്ത റസൂല്, നാളെ പാരത്രിക ലോകത്ത് മഹ്ശറ നാളില് ഹൗലുൽ കൗസർ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോ കൊടുക്കണമെന്ന് പൂതിയുണ്ട് നിന്റെ ഉമ്മത്ത് എന്ന് പറയും. ആ ഉമ്മത്തിന് കൊടുക്കാൻ മലക്കുകൾ ഇങ്ങനെ തടയുന്ന സമയത്ത് എന്തേന്ന് ചോദിക്കുമ്പോ അവര് ദീനിൽ പുതുതായി ഉണ്ടാക്കിയിട്ട് ഇതിനെ വികൃതമാക്കിയവരാന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പേടിക്കണം. ഏതിന്? റസൂൽ നമ്മളെ സുഹൈക്കൻ എന്ന് പറഞ്ഞ് ആട്ടിയോടിക്കുന്നതിന് നമ്മൾ പേടിക്കണം. മഹ്ശറ നാളിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്ത, അസ്വസ്ഥതപ്പെട്ടു പോകുന്ന ഒരു സമയത്തെ നമ്മൾ പേടിക്കണം. അതിനെ റസൂലിനെ നന്നായി അറിയണം. ശിർക്ക് പ്രചരിപ്പിക്കുന്ന രംഗത്ത് അല്ലെ, മുടിയൊക്കെ എത്ര വളർന്നു, എത്ര കൊല്ലങ്ങൾ കൊണ്ട്. അങ്ങനെയാണെങ്കിൽ 1500 കൊല്ലം കൊണ്ട് എത്ര വളരണം? ഈ മുടി കിട്ടിയ ആളുകൾ 4 കെട്ട് മുടി അയാളെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് കൊണ്ടുവന്ന ആളുകൾ തന്നെ പറയാ. എന്തൊക്കെ പ്രചരണങ്ങൾ അവിടേക്ക് എത്തുമ്പോ എന്തറിയാം? എന്താണ് റസൂല് എന്നുള്ളൊരു കൃത്യമായ അറിവ് നമുക്കുണ്ടാവണം. അങ്ങനെ ഒറിജിനൽ സ്നേഹം, അഭിനയമല്ലാതെ ഹബീബിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും. പ്രാർത്ഥിച്ച് നീങ്ങുക, സ്വർഗത്തിന് യോഗ്യത നേടുക, നബിയുടെ കൂടെ ഇരിക്കാൻ പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാണ്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബിയിന വഹബീബിന മുഹമ്മദ് وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിന്തുടരണം, അതിനെ പഠിക്കണം, അതിനെ പകർത്തണം, എന്നിട്ട് അത് പകരണം. അതിന് ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. നമ്മൾക്കാണ് അതിന്റെ ബാധ്യതയുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ഒരു നിശ്വാസം കൊണ്ട് പോലും ഹബീബായ റസൂലിന്റെ സുന്നത്തിനെ, ദീനിനെ നമ്മൾ വേദനിപ്പിക്കരുത് എന്ന തീരുമാനം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അങ്ങനെ വരുമ്പോഴാണ് എന്നറിയോ, നാട്ടിൽ പല ആഘോഷങ്ങൾ ഉണ്ടാകാം, നാട്ടിൽ പല സംഗതികൾ ഉണ്ടാവും. കാരണം നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണല്ലോ ജീവിക്കുന്നത്. എവിടെയാണെങ്കിലും എല്ലാതിനെയും ആദരിക്കാനും ബഹുമാനിക്കാനും നമ്മൾ പഠിക്കണം. പക്ഷേ നമ്മൾ ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ നമുക്ക് ജാഗ്രതകൾ വേണം. ഇങ്ങനെ എല്ലാവരെയും ആദരിക്കണം, ബഹുമാനിക്കണം, പക്ഷെ ഉൾക്കൊള്ളലല്ല. അള്ളാഹുവിനും റസൂലിനും ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലത്ത്, ഒരു കർമ്മത്തിൽ എന്റെ സാന്നിധ്യം ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കുന്നതും സുന്നത്തിനോടുള്ള സ്നേഹമാണ്. വാക്കുകൾക്ക് അർത്ഥവ്യാപ്തിയുണ്ട്. നല്ലപോലെ ആലോചിക്കുക, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഒരു പ്രാർത്ഥന ഞാൻ വേഗത്തിൽ പറഞ്ഞുതരാം.
അല്ലാഹുമ്മ അഹ്യിനി അലാ സുന്നത്തി നബിയിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ജീവിക്കാൻ എന്നെ നീ സഹായിക്കണേ, അങ്ങനെ നീ എന്നെ ജീവിപ്പിക്കണമേ. വതവഫനി അലാ മില്ലത്തിഹി, ആ മില്ലത്തനുസരിച്ച് നീ എന്നെ തിരിച്ചു വിളിക്കണമേ. വഅഇദ്നി മിൻ മുളില്ലാത്തിൽ ഫിത്ൻ, ഇതല്ലാത്ത ഏതൊക്കെ ഫിത്നകൾ ലോകത്തുണ്ടോ അതിൽ നിന്നെല്ലാം എന്നെ കാത്തുരക്ഷിക്കണമേ. അർത്ഥമുണ്ട്, ഒന്നുകൂടി പറഞ്ഞുതരാം അറബി. അള്ളാഹുവിന്റെ കൂടെ പറയണേ, അല്ലാഹുമ്മ അഹ്യീനി അലാ സുന്നത്തി നബിയിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതവഫനി അലാ മില്ലത്തിഹി വഅഇദ്നി മിൻ മുളില്ലാത്തിൽ ഫിത്നി യാ റബ്ബൽ ആലമീൻ. പ്രാർത്ഥിക്കുക. ആകെ കുറച്ചു സമയം ജീവിതമുള്ളൂ. ആ ജീവിതത്തിൽ തന്നെ അർത്ഥവത്താക്കി ഹബീബായ റസൂലിനെ പഠിച്ച് അതിനെ പുൽകി അതിനെ പകരാനുള്ള ശ്രമത്തോടുകൂടെ മുന്നോട്ട് പോകണം. ഏറ്റവും ബാധ്യതയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയുക, പ്രാർത്ഥിക്കുക. ഈ സ്നേഹത്തിനപ്പുറം ഒന്നുമില്ലെന്ന് തിരിച്ചറിയുക, അള്ളാഹുവോട് തേടുക. റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ മില്ലത്തിനെ അറിഞ്ഞു പകർത്തി സന്തോഷത്തോടെ സമാധാനത്തോടുകൂടെ ദീനിന്റെ നല്ല ഒരു മുസ്ലിമായി മുഅ്മിനായി ജീവിച്ച് മരണപ്പെട്ടു പോവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു രണ്ട് ലോകത്തും ഐശ്വര്യമുള്ള ബർക്കത്തുള്ള മക്കളാക്കി കുടുംബമാക്കി അള്ളാഹു പരിവർത്തിപ്പിക്കുമാറാവട്ടെ. സകല മുസീബത്തുകളിൽ നിന്ന് നമ്മെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, ഉമ്മത്തിനെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈ ലോകം വിട്ടു പിരിയുമ്പോ ഹബീബായ റസൂലിന്റെ മാർഗത്തിൽ മില്ലത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്. റബ്ബന ഗ്ഫിർ ലനാ വ ലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اجعلنا من النار. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. وسلام على المرسلين والحمد لله رب العالمين.